ഇന്ന് ഈ ഡിവൈൻ മേഴ്സിയുടെ തിരുമണിക്കൂറിൽ കുരിശാണ് കാണിച്ചിരിക്കുന്നത്. അത് നമ്മൾ നോയമ്പ് തുടങ്ങുന്ന ആഷ് വെനസ്ഡേ ആണ്, അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഓൾറെഡി പ്രോഗ്രാം തീർന്നു. എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് അത് വീണ്ടും റെക്കോർഡ് ചെയ്യുന്നതേ ഉള്ളൂ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. അച്ഛനിതാ ഈശോയെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഈ തിരുവോസ്തി ഇപ്പം നമ്മൾ തൂവെള്ളയായിട്ടാണ് അച്ഛൻ എഴുന്നള്ളിച്ചുകൊണ്ട് വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇതിനകത്ത് യാതൊന്നുമില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ അതിൻ്റെ അകത്ത് ഈശോയുടെ തിരുരക്തം നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. Non respingi l'anima umile, anzi, conversione. Trasforma il nostro cuore perché possiamo somigliarti sempre di più. ഇതേ രീതിയിൽ തന്നെ പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അച്ഛന്മാർ ഈ തിരുവോസ്തിയിൽ പെയിൻറ്റിങ് ചെയ്ത് വെച്ചെന്ന് പറയുകയാണെങ്കിൽ, ആ തിരുവോസ്തി എന്ന് പറയുന്നത് വെള്ളം തൊട്ടാൽ അത് സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം, നാവിലെ ആ സലൈവ, ആ ഒരു എന്താ പറയുക, നനവ് അനുഭവിച്ചാൽ പോലും അലിഞ്ഞില്ലാതെ പോകുന്ന ഒരു വസ്തുവാണ്. അപ്പം അതിൽ അച്ഛന്മാരിനി നമ്മളെ കാണിക്കാനായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചൊന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തെങ്കിലും കുഴപ്പമുണ്ടായി. അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ അവർ ചെയ്യൂല. കാരണം ഇത് തിരുസഭ മറ്റുള്ളവരെ കളിപ്പിക്കാനിരിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. പിന്നെ ഞാൻ എന്താണ് ഇങ്ങനെ കാണുന്നത്? ഞാൻ എൻ്റെ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേൾക്കുന്നവർക്കറിയാം, പുതുതായിട്ട് കേൾക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ഒരു 27 വർഷം ദൈവകരുണയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ ഈ അരളിക്കയാണ് കൂടുതലായിട്ട് ഈശോയിലേക്ക് അടുക്കാനായിട്ട് ഉപയോഗിച്ച ഒരു സഭയുടെ ഒരു വസ്തു. അങ്ങനെ എനിക്ക് എന്താ അത് പറയേണ്ടതെന്ന് അറിയത്തില്ല. നമ്മളെ സഭ പഠിപ്പിക്കുന്നത് ഈ തിരുവോസ്തിയിൽ ഈശോ തിരുശരീര രക്തം മാംസങ്ങളോടുകൂടെ പ്രതിഷ്ഠ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് അത് കാണിച്ചു തരുന്നു. അത് എന്നെ ഒത്തിരിയധികം സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും എൻ്റെ ശുശ്രൂഷ വരുന്ന വരുന്ന കുരിശുകളിൽ നിന്ന് അങ്ങനെ തന്നെ പറയാം, വരുന്ന വേദനകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും അച്ഛന്മാരൊന്നും നമ്മളോടൊന്നും നന്നായിട്ടൊന്നും ഇരിക്കുന്നില്ല. അതുള്ള കാര്യം പറയാം. അതായത് കഥകളൊക്കെ ഇഷ്ടംപോലെ വീഡിയോകൾ താഴെ കിടക്കുന്നുണ്ടായി, എനിക്കുണ്ടായ അനുഭവങ്ങൾ. അച്ഛന്മാരൊക്കെ നമ്മളെ ഏതാണ്ട് ഭ്രാന്ത് പിടിച്ചവരാണെന്നുള്ളതാണ് പറയുന്നത്. അവരുടെ സ്ഥാനം നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന ചില ആൾക്കാർക്കുണ്ട്. പ്രിയ മക്കളെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. എൻ്റെ ഒരു പ്രോഗ്രാത്തിൽ ഞാനത് എല്ലാവരോടും പറഞ്ഞു, എൻ്റെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം എങ്ങനെയെങ്കിലും കാണുകയാണെങ്കിൽ ആ കാണുന്ന ആൾക്കാർക്ക് ഞാനതിന് ക്രെഡിറ്റ് കൊടുക്കും. അല്ലാതെ പിന്നെ അവരെ എൻ്റെ ഗ്രൂപ്പിൽ ചേർക്കാതിരിക്കുകയോ ഗ്രൂപ്പിൽ നിന്ന് ഇറക്കി വിടുകയോ. എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ധാരാളം മിറക്കുലസ് ആയിട്ടുള്ള സംഭവങ്ങൾ നടന്നത് നിങ്ങൾക്ക് ഒരു വർഷം മുന്നുള്ള വീഡിയോകൾ എടുത്ത് നോക്കിയാൽ സൂം മീറ്റിംഗ് നടക്കുന്ന സമയത്താണ്. അവരെയൊക്കെ ഞാൻ പിന്നീട് മാറ്റുകയല്ല, അവരെയൊക്കെ ഞാൻ കൈ കൊടുത്ത് പിടിച്ച് ദൈവത്തിലോട്ട് അടുപ്പിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഞാൻ അവരെ നിങ്ങൾ ഇതിനകത്ത് കയറരുത്, അവർക്ക് എന്നെക്കാളും കൂടുതൽ ഏതാണ്ട് ദൈവം അവരുടെ അടുത്തിരിക്കുന്നു. ഒരാൾ നമ്മൾ കൊല്ലത്തു നിന്നുള്ള ഹണി ദിലീപ് എന്ന് പറയുന്ന ഒരാളുടെ മുറിയിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് അവരുടെ പാവപ്പെട്ട, അവരൊരു ഫിഷിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ്, ഫിഷർമാൻ കമ്മ്യൂണിറ്റിയാണ്. അവര് ഒരു ചെറിയൊരു വീടാണ്, അതിനകത്ത് ഒന്നിനു പുറകെ ഒന്നായിട്ട് തന്നെത്താനെ കുരിശുണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവർക്കൊക്കെ അതിനുള്ള, കാരണം അവരുടെയൊക്കെ അടുത്ത് ദൈവം എങ്ങനെയാണ് ദൈവത്തെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈശോയാണ്, ഞാനല്ല. ഈശോയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ഈശോ എൻ്റെ
ശുശ്രൂഷയിൽ എനിക്ക് മാനസികമായിട്ട് സഹായിക്കുന്നതിനൊക്കെ. അപ്പൊ ചില ആൾക്കാര് ഇത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, ഇത് ഞാൻ എൻ്റെ അവിടെയേ ഉണ്ടാകുള്ളൂ, എൻ്റെ ധ്യാനാന്തരത്തിലേ ഉണ്ടാകാവുള്ളൂ, അല്ലെ എൻ്റെ പ്രയർ ഗ്രൂപ്പിലേ ഉണ്ടാകുള്ളൂ, എൻ്റെ സൂം മീറ്റിങ്ങിലേ നടക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നതല്ല. കാരണം ദൈവത്തിന് ഈ ഭൂമി മുഴുവനും ദൈവത്തിൻ്റെതാണ്, ഈ അരളിക്കയും ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന് അതിനകത്ത് ആ തിരുവോസ്തിയുടെ ആ രൂപത്തിലല്ലാതെ വേറെ ഏതെങ്കിലും രൂപത്തിലും കൂടെ വരണമെങ്കിൽ അത് ദൈവത്തിന്റെ തീരുമാനമാണ്. അത് നമ്മളുടെ ആരുടെയും അങ്ങനെ വന്നാൽ ദൈവത്തെ പിടിച്ച് വിലക്കാനായിട്ട് എനിക്ക് കഴിയുമോ? നാളെ മുതൽ ഇങ്ങനെ വന്നേക്കരുത്, അങ്ങനെ ഒരു സംഭവം നമ്മള് ഫൗസ്റ്റിനയുടെ ജീവിതത്തിൽ അറിയുന്നുണ്ട്. ഒരിക്കൽ ഈശോ ഇങ്ങനെ മുൻപിൽ വരുന്നുണ്ട് ഈ രൂപത്തിൽ, കരുണയുടെ രൂപത്തിൽ, പിന്നെ നീലയും ചുമപ്പുമായിട്ടുള്ള റൈസുകൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫാദർ സൊപ്പോഷ്കോ എന്ന് പറയുന്ന അവരുടെ സൊപ്പോഷ്കോ അല്ലായിരിക്കും, ഫാദർ അന്ത്രാസ് എന്ന് പറയുന്ന ഒരു കുമ്പസാരക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് നീ ഇതിങ്ങനെയൊക്കെ ഈ ചെറിയ ആൾക്കാര്, സെയിന്റ് ഫൗസ്റ്റിനെ ചെറുതായിരുന്നപ്പോ തന്നെ 10-16 വയസ്സായപ്പോഴത്തേക്ക് എന്നെ കോൺവെന്റിൽ ചേർന്ന വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ചെറുതായിട്ടുള്ള ആൾക്കാര്, ഇത് ഈ പ്രോഗ്രാം കഴിഞ്ഞിപ്പോ വരുന്നോണ്ടാണ്, ഇത് ചെറുതായിട്ടുള്ള ആൾക്കാര് അങ്ങനെയൊക്കെ കാണും. ഈ കോൺവെന്റിലൊക്കെ ചേർന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഹാലൂസിനേഷനൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് നീ ഇങ്ങനെ കാണുന്നത്. മാത്രമല്ല, നിന്നെ പോലെ എഫ് ഗ്രേഡിലുള്ള ആൾക്കാരൊന്നും കാണത്തില്ല. ഈ പ്രഭു കുടുംബങ്ങളിലൊക്കെ പെട്ട സിസ്റ്റേഴ്സൊക്കെ ഇവിടെ ഉണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്കൊക്കെയാണ് ഇത് കാണാൻ പറ്റുന്നത്. അല്ലാതെ എഫ് ഗ്രേഡിൽ തോട്ടം തൊഴിലാളിയായിട്ട് നിൽക്കുന്ന അല്ലെ പാർലർ ഗേളായിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്ററിന് ഒരിക്കലും ഈശോ വന്ന് പ്രത്യക്ഷപ്പെടുകയില്ല. അപ്പൊ സിസ്റ്റർ ഫൗസ്റ്റീനയ്ക്ക് അത്ര കൺവിൻസ്ഡ് ആയിരുന്നു ഇത് ഈശോയാണെന്നും ഈശോയാണ് സംസാരിക്കുന്നതും ഇതെന്നും ഈശോ പറഞ്ഞതാണെന്നും ഒക്കെ മനസ്സിലാക്കുന്ന സെയിന്റ് ഫൗസ്റ്റീന ഒരിക്കൽ അച്ഛനോട് പറയുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞ വർത്താനം ഇതാണ്: ഇന്നത്തെ പ്രാവശ്യം ഈശോ വരുമ്പോൾ ഞാൻ എന്തിട്ടാ പറയണ്ടേ? നല്ല ചോദ്യമല്ലേ? ഇന്നത്തെ പ്രാവശ്യം ഈശോ എൻ്റെ മുൻപിൽ വരുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? അതപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത്, എന്നാൽ അതും രസമുണ്ട്. പുള്ളി പറയുന്നത് അത് പറഞ്ഞാൽ മതി. കുമ്പസാരിപ്പിക്കുന്ന അച്ഛൻ പറഞ്ഞു, ഈശോ വരുമ്പോൾ ഞാൻ മിണ്ടണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുന്നു. അതുകൊണ്ട് എനിക്ക് മിണ്ടാനുള്ള അനുവാദമില്ല, ഒബീഡിയൻസ് ആണ്. ഇതിപ്പോൾ അതാ സോറി എൻ്റെ ദൈവമേ. അപ്പോൾ ആ തിരുരക്തത്തിൻ്റെ പിന്നെ കളറുകളൊക്കെ മാറിയിട്ടുണ്ട്. ചെറിയൊരു സ്ഥലത്ത് മാത്രമായിട്ട് അത് നീല കളറ് കാണുന്നില്ല, അല്ലെങ്കിൽ വയലറ്റ് പർപ്പിൾ കളറൊന്നും അവിടെ കാണുന്നില്ല പ്രിയപ്പെട്ടവരെ. ഇപ്പം വേറൊരു രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഞാൻ നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ടത്? അച്ഛനവിടെ നിൽക്കുന്നുണ്ടോ കേട്ടോ. ഇവിടെ ചില സൈലൻസ് ഉണ്ട്, ഒരു മെഡിറ്റേറ്റീവ് ടൈമാണ്. എനിക്കത് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഈ 1 മണിക്കൂറോളം, ഇവർ 40 മിനിറ്റ് 45 മിനിറ്റ് കൂടുതലില്ല, കുറേ ഇൻവൊക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കർണക്കൊന്ത ചെല്ലുന്നുണ്ട്, ഒരു തിരുമണിക്കൂർ ആരാധന എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുകൊണ്ട്, ഈശോയെ എനിക്ക് അങ്ങോട്ട് മിണ്ടാനുള്ള അനുവാദമില്ല, പൊയ്ക്കോന്നു. അപ്പൊ ഈശോ പറഞ്ഞു, മനസ്സിലായി, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. ഈശോ പൊയ്ക്കോ എനിക്ക് അങ്ങോട്ട് മിണ്ടാനുള്ള അനുവാദം ഇല്ല എന്ന് പറയുമ്പോഴാണ് പറയുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പൊ പറഞ്ഞു, ശരി, ഞാനും അച്ഛനും ഈ കാര്യം ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയതിന്റെ ശേഷം ഞാൻ വരാം എന്ന് പറയുന്നു. അങ്ങനെയും കൂടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈശോ അടുത്ത് വന്നാലും മിണ്ടാനുള്ള അനുവാദം പുരോഹിതൻ കൊടുക്കാത്തത് കൊണ്ട് ഫൗസ്റ്റീനാമ്മ പറഞ്ഞു, എന്റെ ഈശോയെ നീ വേഗം തന്നെ പൊയ്ക്കോ, കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് അങ്ങോട്ട് മിണ്ടാനായിട്ട് പറ്റത്തില്ല. അതെന്താ, എനിക്ക് ഓർഡർ ഉണ്ട്. ആരാ തന്നെ? കുമ്പസാരിപ്പിക്കുന്ന അച്ഛൻ. ഓക്കെ. ഇങ്ങനെ ഈശോയുടെ ഇതാണ് ഈ ഭൂമുഖം മുഴുവനും, അത് മുഴുക്കനും, ഈ ലോകവും പരലോകവും ഏതൊക്കെ ലോകങ്ങളുണ്ടോ അതെല്ലാം ഹിന്ദു മിത്തോളജി അനുസരിച്ച് ഈ 14 രോഗങ്ങളുണ്ട്. ഈ 14 രോഗം ഉണ്ടെങ്കിൽ 15ന്റെ അധിപതി ഈ ഈശോ തന്നെയാണ്. എവിടെ ഏത് രൂപത്തിൽ എങ്ങനെ വരണമെന്ന്, എന്റെ മുന്നിൽ എങ്ങനെ വരണമെന്നും വേറൊരു ധ്യാനകേന്ദ്രത്തിൽ എങ്ങനെയൊക്കെ വരണമെന്നും ചിന്തിച്ച് വരുന്നത്, അതായത് തീരുമാനം എടുക്കുന്നത് ഈ ഈശോ തന്നെയല്ലേ. ഈ രീതിയിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ എന്ത് പറയണം? ഇങ്ങനെയല്ല വരേണ്ടത്, കുറെ മുഴുവനും ചുമന്നതായിട്ട് വരണം, അല്ലെ ഇന്നലെ വന്നാണ്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ദൈവം സകലത്തിന്റെ, എന്റെ ജീവന്റെ അധിപതി ദൈവം തന്നെയാണ്. എന്നോട് ഒരു സ്ഥലത്തോട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ പോകും, പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോകില്ല. അതപ്പോൾ ഒരു ശുശ്രൂഷയ്ക്ക് പോലും ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ എന്നോട് ഈശോ പറയുന്നത്, ഇപ്പൊ അവിടെ പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോകില്ല. അയ്യോ, ശുശ്രൂഷയായി ഈശോയെ, അവിടെ ആയിരക്കണക്കിന് ആൾക്കാരുള്ള പള്ളിയാണ്, ഏറ്റവും സമ്പന്നരായിട്ടുള്ള ഇടവകയാണ് കേരളത്തിൽ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകത്തില്ല. ദൈവത്തിന്റെ ആലോചന പ്രകാരമല്ലാത്ത ഒരു സ്ഥലത്തും എനിക്ക് പോകാനൊട്ട് പറ്റത്തുമില്ല.
അപ്പം അതാ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ അതെല്ലാം മാറിപ്പോയി. ഇപ്പം വേറെ എന്തോ ആണ് കാണുന്നത്. വേറെ ഒന്നും കാണുന്നില്ല, ഈശോയാണ് കാണുന്നത്. നടുക്ക് ഞാൻ എന്തൊക്കെയോ കാണുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. മുഴുവനും വെള്ളയല്ല, നടുക്ക് വേറെ എന്തൊക്കെയോ ആയിട്ടാണ് കാണുന്നത്. ഹല്ലേലൂയ. Benedici le famiglie perché siano luoghi di amore e കണ്ടോ, perdono. നടുക്കൊരു വട്ടത്തിനകത്തൊരു വട്ടം, അതായത് തിരുവോസ്തിക്കകത്ത് വേറൊരു മഞ്ഞിച്ച കളറിലാണ് ഒരു സ്ലൈറ്റ് കാണുന്നു. അത് ഈശോ എങ്ങനെയും കാണിക്കട്ടെ, എങ്ങനെ കാണിച്ചാലും ഞാൻ അംഗീകരിക്കും. ഇത് ഞാനും ഈശോയും ടുഗദർ നടത്തുന്ന ഒരു എന്താ പറയുക, ഒരു ടൈമാണ്. ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഈശോയ്ക്ക് എങ്ങനെ വേണേലും ഞാൻ ഇത് എഴുന്നള്ളിച്ച് വെച്ചപ്പോൾ തന്നെ ഹാർട്ട് ബീറ്റാണ് ഞാൻ കണ്ടത്. നിങ്ങളോട് അത് കാണിച്ചാൽ നിങ്ങൾ പറയാം അത് വല്ല ടേബിൾ അനങ്ങിയതായിരിക്കും, കമ്പ്യൂട്ടർ അനങ്ങിയതായിരിക്കും. അതുകൊണ്ട് ഞാനത് കാണിച്ചിട്ടില്ല. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാം. ഈ വീഡിയോ എന്താണ്, ഒരു മിനിറ്റ്. അതാ ഡിവൈൻ മേഴ്സിയുടെ ഹോളി അവർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സാന്ത്വാറിയം സെന്റ് മിക്കാൽ ആർക്കേഞ്ചലിൻ്റെതാണ്. 5:3 ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, കുരിശ് ഉണ്ടായിരുന്നു. ഇന്ന് ആഷ് വെനസ്ഡേ ആണ്, അതുകൊണ്ട് 5:3 ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞു, ഇത് കുറച്ച് നേരമായി, 55 മിനിറ്റ്സ് അഗോ ആണ്. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ഈ ഒരു തീരുമാനം ഞാൻ എടുത്തു. ഇത് നമ്മൾ ഈ അതായത് നമ്മൾ ഈ ലൈവായിട്ട് ഈ പ്രോഗ്രാം കാണുമ്പം വീഡിയോ പിടിക്കേണ്ടെന്ന് തന്നെയാണ് ഇനി ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പിടിക്കുമ്പോൾ എൻ്റെ കോൺസെൻട്രേഷനും പോവും, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അത് വേണ്ട. ഇത് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധമ്മയുടെ ഇടയ്ക്ക് മംഗളവാർത്ത അറിയിക്കുന്ന കല്ലിൽ കൊത്തിവെച്ചിരിക്കുക. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ആ ഗബ്രിയേലിൻ്റെ മുഖമാണേലും അങ്ങനെ തന്നെ, സെയിൻറ്റ് മേരി ആണെങ്കിൽ അതിസുന്ദരിയായിട്ടാണ് ഈ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇതും വരുമല്ലോ, ഇടയ്ക്ക് നമ്മൾ ലൈവ് കണ്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, വല്ല അഡ്വർടൈസ്മെൻ്റ് എല്ലാം കൂടെ കയറി വരും. അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. അത് പോയി. അത് നിങ്ങൾ ക്ഷമിക്കണം. എഡിറ്റ് ചെയ്തിടാനുള്ള കഴിവൊന്നും എൻ്റെ മക്കളെ എനിക്കില്ല. നിങ്ങളൊരു അഡ്വർടൈസ്മെൻറ്റ് കാണുക അല്ലാതെ വേറെ രക്ഷയില്ല. വിശുദ്ധ മിക്കായേലിന്റെ ഗ്രോട്ടോയാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. ഇന്ന് ആഷ് വെനസ്ഡേ ആയതുകൊണ്ട് എല്ലാം വയലറ്റ് കളറിലോട്ട് മാറിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മ ഇരുന്ന സ്ഥലമാണ്, അതെല്ലാം മൂടിയിട്ടുണ്ട്. ഈ തിരുരക്തം ഇപ്പോൾ അരളിക്കയുടെ റൈറ്റ് സൈഡിൽ വളരെ മൈൽഡായിട്ട് മാത്രം കാണുന്നു. അത് ഡിസ്റ്റൻസിലുള്ളത് കൊണ്ടായിരിക്കാം. എനിക്ക് ഇങ്ങനെയാണ് കാണുന്നുള്ളൂ, കാരണം സ്ക്രീനിൻ്റെ ഈ ഭാഗം എല്ലാം വെറുതെ കിടക്കും, അതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇപ്പൊ ഇത് മൊത്തം മാറിയിട്ടുണ്ട്. ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താണ് ഈ സ്ഥലത്തേക്ക് വന്നത്, നേരത്തെ കണ്ടതായതുകൊണ്ടാണ്. Per la sua dolorosa passione, per la dolorosa passione, abbi miseria. Eterno Padre, ti offro il corpo e il sangue, l'anima e la divinità del tuo dilettissimo Figlio. നേരത്തെ ഒക്കെ കണ്ടതിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് ഇപ്പൊ ഈ ഭാഗം കാണുന്നത്. In espiazione dei nostri peccati e di quelli del mondo intero, per la sua dolorosa passione, abbi misericordia di noi e del mondo intero. Per la sua dolorosa passione, abbi misericordia di noi e del mondo intero. Per la sua dolorosa passione, abbi misericordia di noi e del mondo intero. Per la sua dolorosa passione, abbi misericordia di noi e del mondo intero. Per la sua dolorosa passione, abbi misericordia di noi e del mondo intero.
per la sua dolorosa passione, abbi misericordia di noi e del mondo intero. per la sua dolorosa passione, Abbi misericordia di noi e del mondo intero. per la sua dolorosa passione, Abbi misericordia di noi e del mondo intero. per la sua dolorosa passione, Abbi misericordia di noi e del mondo intero. per la sua dolorosa passione, Abbi misericordia di noi e del mondo intero. Santo forte, Santo immortale, abbi misericordia di noi e del mondo intero. Santo Dio, Santo forte, Santo immortale, abbi pietà di noi. di misericordia per noi, un documento. Yes. Novo cedatri tui, preste fide supplementum, sensum defectui, genitori genitor, laus et jubilatio, salus honor virtus ഇതിൽ നമുക്ക് കുരിശ് കാണാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ കൈയിൻ്റെ ഭാഗങ്ങളാണ് എന്താ വെർട്ടിക്കലായിട്ടുള്ള ആ ഭാഗം വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് ഞാൻ കാണുന്നില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആ കുരിശ് കണ്ടല്ലോ അല്ലേ? ആ കുരിശ് പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. Preghiamo. Concedi, o Dio Padre, ai tuoi fedeli di innalzare un canto di lode all'agnello immolato per noi e nascosto in questo santo mistero.